നമസ്കാരം, ഞാൻ ശ്രീദേവി നായർ. ബോറിവലി മലയാളി സമാജത്തിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസിൻ്റെ ഭാഗമായി വനിതാവേദി അവതരിപ്പിക്കുന്ന ഈസ്റ്റർ ദിന പരിപാടികളിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഈസ്റ്റർ, കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ദിനം, തിരുനാളുകളുടെ തിരുനാളായ ദിനം, സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ദിനം. നിങ്ങൾ ഏവർക്കും ഞങ്ങൾ എല്ലാവരുടെയും ഈസ്റ്റർ ആശംസകൾ. Easter is celebrated by the entire Christian community globally. It is also called Resurrection Sunday because it was on this day that Jesus Christ resurrected from the dead. As per the New Testament, the resurrection occurred 3 days after Christ was crucified and buried by the Romans at Calvary. Resurrection establishes Christ as the Son of God and is cited as a proof that God will righteously judge this world. Once again, we wish you all a very happy Easter and hope you have a happy and safe Sunday. എന്നാൽ തുടങ്ങാം അല്ലേ? ആദ്യം തന്നെ നമ്മൾക്ക് ഏവർക്കും സുപരിചിതനായ BMSലെ സ്റ്റാർ സിംഗറായ യദുനാഥ് നായർ ഒരു പാട്ട് പാടുന്നു. തൻ്റെ വിസ്മയിക്കുന്ന ആലാപന ശൈലിയിൽ ONV മാഷിൻ്റെയും ഔസേപ്പച്ചൻ സാറിൻ്റെയും മാജിക്കിൽ മെനഞ്ഞെടുത്ത നീ എൻ സർഗ സൗന്ദര്യമേ എന്ന പാട്ട് നമ്മൾക്ക് കേൾക്കാം. സർഗ സൗന്ദര്യമേ, നീ എൻ സത്യ സംഗീതമേ, നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളെ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ, നീ എൻ സർഗ സൗന്ദര്യമേ. പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. ഗോപുരം നീളെ 1000 ദീപം ഉരുകി ഉരുകി മെഴുകു തിരികൾ ചാർത്തും മധുരമൊഴികൾ കിളികൾ അതിനെ വാഴ്ത്തും. മെല്ലെ ഞാനും കൂടെ പാടുന്നു, നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യ സംഗീതമേ. താലങ്ങളിൽ ദേവപാദങ്ങളിൽ ബലിപൂജയ്ക്കിവർ പൂക്കളായെങ്കിലോ, താലങ്ങളിൽ ദേവപാദങ്ങളിൽ ബലിപൂജയ്ക്കിവർ പൂക്കള
പൂവുകളായെങ്കിലോ പൂവുകളാകാം 1000 ജന്മം നിറുകിലിനിയ തുകിന കണിക ചാർത്തി തൊഴുതു തൊഴുതു തരളമിഴിക ചിമ്മി പൂവിൻ ജീവൻ തേടും സ്നേഹം നീ എൻ സർഗ സൗന്ദര്യമേ നീ എൻ സത്യ സംഗീതമേ നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ നീ എൻ സർഗ സൗന്ദര്യമേ. സൂപ്പർബ്! എന്താ പാട്ടിൻ്റെ വരികളല്ലേ. അതിൻ്റെ ഒറിജിനലെ വെല്ലും വിധം യദുനാഥ് നായർ അത് പാടി ഫലിപ്പിക്കുകയും ചെയ്തു. അടുത്തതായി ഒരു പ്രാർത്ഥനാ ഗാനം പാടുന്നത് ശ്രീദേവി നായർ എന്ന ഈ ഞാനാട്ടോ. ലോകം മുഴുവൻ ഭയചകിതരായിരിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ലഭിക്കാനായി ജാനകി അമ്മയുടെ സുപ്രസിദ്ധമായ ലോകം മുഴുവൻ സുഖം പകരാനായി എന്ന പ്രാർത്ഥന നമ്മൾക്ക് കേൾക്കാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾക്ക് എല്ലാവർക്കും വേഗം തന്നെ കരകയറാൻ പറ്റണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾക്ക് അടുത്ത ഗാനത്തിലേക്ക് കിടക്കാം.
ഈ കലാകാരിക്ക് ഇനി ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഗാനകോകിലം, അതിമനോഹരമായ ഡാൻസർ എന്ന് മാത്രമല്ല, ശാരദ മ്യൂസിക് അക്കാഡമിയുടെ പ്രിൻസിപ്പൽ കൂടിയായ സന്ധ്യ പിഷാരടി. അനുപമ സ്നേഹ ചൈതന്യമേ എന്ന അതിമനോഹരമായ ഗാനം ആലപിക്കാൻ സന്ധ്യ നമ്മുടെ മുന്നിലെത്തുന്നു. അനുപമ സ്നേഹ ചൈതന്യം മണ്ണിൽ പ്രകാശിച്ചതിൻ്റെ പമേ ഞങ്ങളെ ദീപ്തി പകരണമേ യേശുവേ. സ്നേഹ സ്വരൂപാ യേശുവേ. സ്നേഹ സ്വരൂപാ പ്രകാശിച്ചതിൻ്റെ പമേ ഞങ്ങളെ ദീപ്തി പകരണമേ യേശുവേ. സ്നേഹ സ്വരൂപാ സ്നേഹമേ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. കലക്കി അല്ലേ? എന്ത് മനോഹരമായ പാട്ട്! നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സന്ധ്യ ഭക്തിയുടെ തിരികൊളുത്തി. പാട്ട് മാത്രമായോ മതിയോ? അടുത്ത ഐറ്റം ഒരു സ്കിറ്റായാലോ?
ഒരു മോഡേൺ ക്രിസ്ത്യൻ ഫാമിലിയുടെ സ്കിറ്റാണ് അടുത്ത ഐറ്റം. BMSന്റെ കലാഖജനാവിൽ നിന്ന് തൻ്റെ സൂപ്പർ ആക്ടിംഗ് സ്കിൽസ് കാഴ്ചവെക്കാനായി നമ്മുടെ മുന്നിലെത്തുന്നു വനിതാവേദി ടീം. പങ്കെടുക്കുന്നവർ അനു നായർ, ഗ്രേസി വർഗീസ്, ജയശ്രീ മേനോൻ, വിൻസി സതീഷ് ആൻഡ് ഉമാ സന്തോഷ്. നമുക്ക് നോക്കാം. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ശോശാമ്പോ, എന്താ ചായ? എടീ, അത്താഴം വിളമ്പി വെച്ചെങ്കിൽ പായ വിരിക്ക്, പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെല്ലാം എത്തിയോ? ചായ അതാ ഞങ്ങൾ റെഡി. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു. സഹൃദരായ സഹോദരങ്ങളെ, ഏതാണ്ട് 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിന്റെ മണ്ണിൽ നമ്മുടെ പിതാക്കന്മാർ നയിച്ച ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പരിച്ഛേദമാണ് നമ്മൾ ശ്രവിച്ചത്. ഒരു സാമ്പത്തിക സ്രോതസ്സും ഭൗതിക നേട്ടങ്ങളും മുന്നിൽ കാണാതെ ക്രിസ്തുവിനെ മാത്രം നോക്കി മുന്നോട്ട് നടന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം പിന്നത്തേതിൽ അനുഗ്രഹിച്ചു. എന്നാൽ ഇന്ന് നാം കാണുന്ന 2ഉം 3ഉം തലമുറകൾ നമ്മുടെ പിതാക്കന്മാരുടെ ദർശനം നിലനിർത്തുന്നുണ്ടോ, അതോ ഒരുതരം ആത്മീക ആലസ്യത്തിലേക്ക് വഴുതി വീണോ? ക്രിസ്തുവിനെയും പെന്തക്കോസ്തു ആദർശ ദർശനങ്ങളെയും മറന്നുകൊണ്ടുള്ള ഇന്നത്തെ തലമുറയുടെ പുതിയ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഈ സ്കിറ്റ്. ഇതാ ബേഥേൽ AGSCA ടീം നിങ്ങൾക്ക് മുൻപിൽ സവിനയം അവതരിപ്പിക്കുന്നു എ ന്യൂ ജനറേഷൻ ക്രിസ്ത്യൻ ഫാമിലി. മറിയാമേ, മറിയാമേ. ഓ, നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞതാ എന്നെ ഇങ്ങനെ മറിയാമേ മറിയാമേന്ന് വിളിക്കരുതെന്ന്. പിന്നെ നിന്റെ ഈ വയസ്സാം കാലത്ത് ഞാൻ എന്നാ വിളിക്കണം? ടീന ടീന എന്ന് വിളിച്ചാ മതിയോ? എന്നാ നിങ്ങളെ ഞാൻ സിജു സിജു എന്ന് വിളിക്കും. അതച്ചായ 10-60 കൊല്ലം മുമ്പ് എന്റെ അപ്പച്ചനും അമ്മച്ചി ഒരു ദീർഘദർശനവും ഇല്ലാതെ ഇട്ട പേരല്ലേ ഈ മറിയാമ്മ. ഇന്നത്തെ നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ആ പേരൊന്ന് മോഡിഫൈ ചെയ്ത് മരിയെന്ന് വിളിച്ചൂടേച്ചാ. നിന്റെ അപ്പൻ ഇപ്പോഴും ആ കാളവണ്ടിക്കാരൻ ബാബിച്ചേട്ടൻ തന്നെ അല്ലേടി? ഇപ്പൊ അല്ല, പണ്ടായിരുന്നു. എന്തേ? ഓ, ഒന്നുമില്ല. മറിയ എന്ന പേര് നിനക്ക് നന്നായി ചേരും. ചേരുവന്നേ? സത്യമായിട്ട് ചേരുവന്നേ? ഓ, ചേരും. അലുവായും മീൻകറിയും പോ. ഓ, അതെങ്ങനാ? നിങ്ങൾക്ക് പണ്ട് കുടുംബപരമായിട്ട് മുട്ടക്കച്ചവടം അല്ലായിരുന്നോ? അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്താണേലും കാണിക്കും. എടി മറിയ, ഒന്ന് പതുക്കെ പറയടി, നാട്ടുകാർ കേൾക്കും. ആ, പിന്നെ പറഞ്ഞു നിൽക്കാൻ നേരമില്ല. നിങ്ങൾ എന്നെ നമ്മുടെ സാലിയുടെ ബ്യൂട്ടി പാർലർ വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേ. എന്നാടി, ഇന്ന് അവിടെ ആണോ ലേഡീസ് പ്രയർ മീറ്റിംഗ്? ഓ, വലിയൊരു തമാശക്കാരൻ. അതെ, 10 മിനിറ്റ് ലേറ്റ് ആയാൽ മതി, വല്ലവരും അവിടെ കയറി അങ്ങിരിക്കും. അവിടെ വലിയ തിരക്കാണ്, കസ്റ്റമേഴ്സ് ക്യൂ ആണ്, അറിയാമോ? നീ ഉണ്ടോടിയാ ക്യൂവില്? ഡീ, ഈ പെന്തക്കോസുകാരെ നമ്മളെ ഈ ബ്യൂട്ടി പാർലറും അവിടെ ഇവിടെയൊക്കെ കയറി നടക്കുന്നത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേടി? ആ, എന്തായാലും ചാക്കോച്ചായൻ പറഞ്ഞതല്ലേ, ഇനി മുതൽ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത്ര പെട്ടെന്ന് നിനക്ക് ബോധം ഉദിച്ചോടി? അതല്ലെന്നേ, നമുക്ക് സാലിയെ ഇങ്ങോട്ട് വരുത്താന്നേ. അതാകുമ്പോ ആരും എന്നെ കാണുകയുമില്ല, അറിയുകയുമില്ല. എന്നാ പിന്നെ എന്തിനാ മറിയാമേ നീ ഇത്ര ബുദ്ധിമുട്ടി ഈ മാലയും വളയും കമ്മലും ഒക്കെ പറിച്ചു കളഞ്ഞത്? അതുകൂടെ എന്നാ പിന്നെ എടുത്തങ്ങ് ഇട്ടൂടെ? കാലം പോയ പോക്കേ. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. ആ, തോന്നിയതായിരിക്കും. എടാ നീ ഇത്ര നേരം എവിടെ ആയിരുന്നെന്ന് രാവിലെ?
ട്രാഫിക് ട്രാഫിക് ട്രാഫിക്. ഇങ്ങനെ നടന്നു വരുന്നതാണോ ട്രാഫിക്? അല്ല, റോഡിൽ ട്രാഫിക് ഡാഡി. നിന്നോട് ഞാൻ ചോദിച്ചത് ഇത്ര നേരം നീ രാവിലെ എവിടെ പോയായിരുന്നാ ചോദിച്ചത്. ഡാഡി കൂൾ, ക്രിക്കറ്റ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഡാഡി. ഈ ഞായറാഴ്ച രാവിലെയോ? വാട്ട് ടു ഡു ഡാഡി? എടാ മോനെ, നിന്നെ ഈയിടെ ആ ചർച്ചിലേക്കൊന്നും കാണാനില്ലെന്ന് പാസ്റ്റർ ഞങ്ങളോടൊരു പരിഭവം പോലെ പറഞ്ഞു. വന്ന് ഇപ്പൊ ഞായറാഴ്ച ഞങ്ങൾ കുറച്ച് കിളവന്മാരും കിഴവന്മാരും മാത്രമായി സഭായോഗത്തിന്. അതിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ ഡാഡി? പ്രാക്ടീസ് ഇപ്പൊ എല്ലാ ആഴ്ചയും ഞായറാഴ്ച രാവിലെ അല്ലേ? അന്നല്ലേ എല്ലാവർക്കും ഒഴിവുള്ളത്. എന്തോടാ എല്ലാവർക്കും എന്നാ ഞായറാഴ്ച രാവിലെ വയറൊഴിവാണോ? ഓ കം ഓൺ ഡാഡി, ഐ മീൻ ഓഫ്, അവധി. കാലം പോയ പോക്കെ. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. മോനെ, എടാ എന്റെ പ്രൊഫൈലിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് ചെക്ക് ചെയ്യണേടാ. നിന്നെ മൊത്തത്തിൽ കണ്ടിട്ട് നിന്റെ പ്രൊഫൈലിന് കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോടി. നല്ല അച്ചായ, എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ കാര്യമാ ഞാൻ പറഞ്ഞത്. 2 ദിവസമായി അതൊന്ന് തുറന്നു നോക്കിയിട്ട്. ആരെങ്കിലും പുതിയ ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടാവുമോ ആവോ. കാലം പോയ പോക്കെ. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. ഓ, തോന്നിയതായിരിക്കും. ഹലോ ഹലോ, ചാക്കോച്ചായനല്ലേ? ഇത് ഞാൻ തന്നെയല്ലേ? അതെ, ഞാൻ തന്നെയാണ്, ചാക്കോച്ചനാണ്. ആരാണ്? പ്രൈസ് ദി ലോർഡ്. ചാക്കോച്ചായ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ തോമസ് ബ്രദറാണ്. ആയിക്കോട്ടെ. പിന്നെ ചാക്കോച്ചായ, ഞാൻ വിളിച്ചതേ നമ്മുടെ വരുന്ന ജനറൽ ബോഡിയെ കുറിച്ചും കമ്മിറ്റി ഇലക്ഷനെ കുറിച്ചും സംസാരിക്കാനാ. പറഞ്ഞാട്ടെ തോമസ്. അതെ, പിന്നെ ചാക്കോച്ചായ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. ഇപ്പോഴത്തെ കമ്മിറ്റി ടീമിനെ നമുക്കൊന്നും പുതുക്കിയെടുക്കണ്ടേ? ഇതെന്തോ കമ്മിറ്റിയാ ചാക്കോച്ചായ? അല്ല, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. നമുക്കൊരു മാറ്റം വേണ്ടേ? ആട്ടെ, ഏതാ ഈ പുതിയ പാനൽ? അല്ല പിന്നെ നിങ്ങളെല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ പ്രസിഡന്റായി നിൽക്കാം. മറ്റുള്ളവരുടെ പേര് ഞാൻ പിന്നാലെ അറിയിക്കാം. ആയിക്കോട്ടെ. എന്നാ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ ഓക്കെ, ബൈ ബൈ ബൈ. ശരിയാക്കി തരാം വെതറേ. നിങ്ങളെല്ലാരും കൂടെ അങ്ങ് ഭരിക്കാനാണ്. പിന്നെ ഞങ്ങളുടെ പാനൽ എന്തിനാ? തമ്പേർ അടിക്കാനോ? അത് കൊള്ളാം. ഇതെന്തൊരു കാലം. തോന്നിയതായിരിക്കും. ഹലോ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. ചാക്കോച്ച, ഇത് ഞാനാ പാസ്റ്റർ. മനസ്സിലായി പാസ്റ്ററെ, മനസ്സിലായി. പറഞ്ഞാട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. പിന്നെ ഞാൻ വിളിച്ചത് അടുത്ത 1 മണിക്കൂർ നിങ്ങളുടെ കുടുംബത്തിന്റെ ചെയിൻ പ്രേയർ ടൈമാണ്. മറക്കരുത്. ഒന്ന് ഓർമ്മിക്കാനാ ഞാൻ വിളിച്ചത്. ഓക്കെ പാസ്റ്ററെ, ഓക്കെ, താങ്ക് യു. ഇതിപ്പോ എന്നാ ചെയ്യും? എനിക്കാണെ അത്യാവശ്യമായി 2 ക്ലയൻസിനെ ഇന്ന് കാണാനുണ്ട്. ഇന്ന് അവരെ കണ്ടില്ലെങ്കിൽ ഈ ബിസിനസ് ഡീൽ നടക്കുകയില്ല. എടി മറിയേ, സോറി മരിയ. എടി പൊന്നുമോളെ, ദേ നമ്മുടെ പാസ്റ്ററാ ഇപ്പൊ വിളിച്ചേ. അടുത്ത 1 മണിക്കൂറേ നമ്മുടെ കുടുംബത്തിന്റെ ചെയിൻ പ്രയർ ആണ്. പാസ്റ്റർ പറഞ്ഞു, പ്ലീസ് നീ ഒന്ന് മാനേജ് ചെയ്തേക്കണേ. എനിക്ക് അത്യാവശ്യമായി ഇന്ന് 2 ക്ലയൻസിനെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഐ ആം ലീവിങ്. അയ്യോ അച്ചായ, സോറി. ഞാൻ എന്റെ പഴയ ഒരു ഫ്രണ്ട് വത്സമ്മയുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര നാൾ കൂടി അവളെ ഒന്ന് ലൈനിൽ കിട്ടിയെന്ന് അറിയാമോ? അതെങ്ങനെയാ? ഇവിടെ പകലാവുമ്പോ അമേരിക്ക രാത്രിയല്ലേ? ചാറ്റ് ചെയ്ത് അവസാനം ചീറ്റ് ചെയ്യരുത്. ഒരു കാര്യം ചെയ്യേ, നീ നമ്മുടെ മോനോടൊന്ന് പറഞ്ഞേ. സോറി ഡാഡി, ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് നടക്കുക. ഇന്നലെ നമ്മൾ ദൈവം വിരമിക്കുന്നത്. ദൈവം വിരമിക്കൂ? കർത്താവേ, ഇനി ഞങ്ങൾ ആരോട് പ്രാർത്ഥിക്കും? Come on, Daddy, don't be silly. I mean, God of cricket, Mr. Sachin Tendulkar. സച്ചിൻ തെണ്ടുൽക്കർ, നീയൊക്കെ തെണ്ടും. ശബ്ദം കേട്ടല്ലോ. ചാക്കോച്ചേ, എവിടെയാ ചാക്കോച്ചേ? എന്നടി നീ കാര്യം പറ.
നമ്മുടെ മോന് തീരെ സുഖമില്ല അച്ഛാ. നല്ല പനിയുണ്ട്. അച്ഛൻ പെട്ടെന്ന് വരണം. പാസ കൂടെ വിളിച്ചോട്ടോ. ഹലോ ഹലോ ഡേസി അല്ലേ? ഞാൻ മറിയാണ്. പിന്നെ മോന് തീരെ സുഖമില്ല, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. സിസ്റ്ററെ, പ്രൈസ് ലോർഡ് പാസ്റ്റർ. ഡെന്നിസിനെ വിളിച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ചാക്കോച്ചായ, എനിക്ക് ചാക്കോച്ചായനെ കുറിച്ച് ഒരു ചെറിയ പരാതി കിട്ടിയിട്ടുണ്ട്. എന്താ പാസ്റ്റർ, പാഴ്സണേജിൽ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയോ? ആട്ടെ, എന്ത് പരാതിയാ കിട്ടിയത്? അല്ല, പിന്നെ ചാക്കോച്ചായൻ ഈ നാട്ടില് അറിയപ്പെടുന്ന ഒരു പെന്തുക്കോസ്തുകാരനാണല്ലോ. ആണല്ലോ. അങ്ങനെയുള്ള ചാക്കോച്ചൻ മറ്റുള്ളവരുമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു വിശ്വാസിക്ക് ചേരാത്ത പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചു എന്നൊക്കെ. അല്ല, ഞാൻ പിന്നെ നമ്മൾ തമ്മിലാകുമ്പോ തുറന്ന് ചാക്കോച്ചൻ മറ്റൊന്നും വിചാരിക്കരുത്. ഞാനോ? അനാവശ്യ പദപ്രയോഗങ്ങളോ? എനിക്കങ്ങനെ സ്വഭാവമില്ല. ഏതെങ്കിലും അസൂയക്കാർ പറഞ്ഞായിരിക്കും. ആയിരിക്കും. എനിക്കിപ്പം മനസ്സിലായി. അതെ. ആഹാ, അതെയോ? അയ്യോ, എന്ത് പറ്റി ചാക്കോച്ച? എന്തെങ്കിലും? ഓ, ഒന്നുമില്ല. എല്ലാം പറഞ്ഞുറപ്പിച്ചിരുന്ന ഒരു ബിസിനസ് ഡീലായിരുന്നു. പക്ഷേ ഇപ്പൊ അവർ അതിൽ നിന്നും പിന്മാറിയത്രേ. ഇതെല്ലാം കൂടെ ഒരുമിച്ചെന്നാ പാസ്റ്റർ ഇങ്ങനെ? സാരമില്ല, എല്ലാം ശരിയാകും. നമുക്ക് പ്രാർത്ഥിക്കാം. നിർത്തൂ. ഞാനിവിടെ നിന്ന് വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ ജഡികമായ എല്ലാ ചിന്തകളെയും വെടിഞ്ഞ് നമ്മെ തന്നെ ദൈവസേനയിൽ ഒരുക്കി ശുദ്ധീകരിച്ച് ഏകാഗ്രത ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ തലമുറയിൽ നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച ദാരിദ്ര്യത്തിൽ നിന്നും ദൈവം വലിയ ഉയർച്ചകൾ തന്ന് നമ്മെ മാനിച്ചു. എന്നാൽ നാം ഇന്ന് ഹൈടെക് സൗകര്യങ്ങളുടെ സുഖത്തിൽ ദൈവത്തെ മറന്നുകൊണ്ട് യഥാർത്ഥ ആത്മീയതയിൽ നിന്നും എത്രയോ ദൂരത്താണ്. നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് പോകാതിരിക്കാൻ ഒരു കുട്ടി പിശാച് ഈ ഭവനത്തിൽ കറങ്ങുന്നുണ്ട്. ആ കുട്ടി പിശാചിന് സൗഹൃദം കൊടുക്കുന്ന കൂട്ടുകെട്ടുകളാണ് ഈ ഭവനാന്തരീക്ഷത്തിൽ. എന്നിട്ട് അതിപ്പോ എവിടെ പാസ്റ്ററേ? ചാക്കോച്ച, നിങ്ങളുടെ ആത്മീയ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചിരിക്കുകയാണ്. തുറക്കൂ, അത് തുറന്നു നോക്കൂ. ആഹാ, ലവൻ നീയായിരുന്നല്ലേ? നമുക്ക് ഒരുമിച്ച് ഇവനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കാം. ദൈവം ഈ ഭവനത്തിൽ വലിയ വിടുതൽ നൽകിയിരിക്കുന്നു. ജോഷുവ 24:15 പറയുന്നത് പോലെ, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. വാവ്, വാട്ട് എ സൂപ്പർബ് സ്കിറ്റ് അല്ലേ? ക്യാമറയ്ക്ക് അപ്പുറത്തിരുന്ന് നിങ്ങൾ എല്ലാവരും കൈയടിക്കുന്നത് എനിക്ക് ഇവിടെ കേൾക്കാം. നെക്സ്റ്റ് അപ്പ്, തൻ്റെ മാജിക്കൽ വോയിസുമായി നമ്മുടെ എല്ലാവരുടെയും മനം കീഴടക്കാൻ എത്തുന്നു ഷിൻറ്റോ. സാധാരണ അടിപൊളി പാട്ടുമായി എത്തുന്ന ഷിൻറ്റോ ഇന്ന് നമുക്ക് വേണ്ടി ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈശോയെ എൻ്റെ പ്രാർത്ഥന എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം നമ്മൾക്ക് കേൾക്കാം.
യേശുവിൻ്റെ പ്രാണനാഥൻ യേശുവിൻ്റെ ആത്മദാഹം ഈശ്വരൻ്റെ സന്നിധാനം യേശുവിൻ്റെ സ്നേഹരൂപം യേശുവിൻ്റെ പ്രാണനാഥൻ യേശുവിൻ്റെ ആത്മദാഹം ഈശ്വരൻ്റെ സന്നിധാനം യേശുവിൻ്റെ സ്നേഹരൂപം വിണ്ണിലേക്ക് തീർത്ഥയാത്ര യേശുവിൻ്റെ മാർഗദീപം വിണ്ണിലേക്ക് തീർത്ഥയാത്ര യേശുവിൻ്റെ മാർഗദീപം നീ എൻ്റെ മാനസം പോകുകില്ലേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ നീ എൻ്റെ മാനസം പോകുകില്ലേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ യേശുവിൻ്റെ പ്രാണനാഥൻ യേശുവിൻ്റെ ആത്മദാഹം ഈശ്വരൻ്റെ സന്നിധാനം യേശുവിൻ്റെ സ്നേഹരൂപം യേശുവിൻ്റെ ദിവ്യനാഥം ഹൃത്തടത്തിൽ ജീവജലം യേശുവിൻ്റെ ദിവ്യനാഥം ഹൃത്തടത്തിൽ ജീവജലം ശാന്തി നൽകും പുണ്യതീർത്ഥം ഹൃദയത്തിലിന്നു നിറയ്ക്കണമേ ശാന്തി നൽകും പുണ്യതീർത്ഥം ഹൃദയത്തിലിന്നു നിറയ്ക്കണമേ യേശുവിൻ്റെ പ്രാണനാഥൻ യേശുവിൻ്റെ ആത്മദാഹം ഈശ്വരൻ്റെ സന്നിധാനം യേശുവിൻ്റെ സ്നേഹരൂപം അടുത്തതായി ഒരു പ്രാർത്ഥനാഗാനം കൂടിയാണ് പാടുന്നത് ശ്രീദേവി നായർ. ആരിലെ ധന്യയാം മാതാമറിയേ കാത്തരുൾ എന്നിക്കും ഞങ്ങളെ അമ്മേ വാഴ്ക 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 മറിയേ വാഴ്ക വാഴ്ക
അതിമനോഹരമായ ആ പാട്ടിൽ നിന്ന് ഇനി നമുക്കൊരു ഗ്രൂപ്പ് സോങ്ങിലേക്ക് കിടക്കാം. എ ഫാമിലി ദാറ്റ് സിങ്സ് ടുഗെദർ സേസ് ടുഗെദർ എന്നല്ലേ പറയാറ്. ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു തങ്കമ്മ ആൻഡ് ഫാമിലി. നമുക്ക് ആ പാട്ട് കേൾക്കാം. മഹിമയുടെ നാഥനുയർക്കുന്നു മുറിവുകളാൽ മൂടിയ മേനീതാ നിറമൂലം പ്രളയിൽ മുഴുകുന്നു പൊന്നടിയിൽ കല്ലറ മിന്നുന്നു മഹിമയുടെ നാഥനുയർക്കുന്നു മുറിവുകളാൽ മൂടിയ മേനീതാ നിറമൂലം പ്രളയിൽ മുഴുകുന്നു തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരവിലവാം പൂങ്കതിരണിയുന്നു കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരവിലവാം പൂങ്കതിരണിയുന്നു കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു മഹിമയുടെ നാഥനുയർക്കുന്നു മുറിവുകളാൽ മൂടിയ മേനീതാ നിറമൂലം പ്രഭയിൽ മുഴുകുന്നു മുഖപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു മഹിമയുടെ നാഥനുയർക്കുന്നു മുറിവുകളാൽ മൂടിയ മേനീതാ നിറമൂലം പ്രളയിൽ മുഴുകുന്നു. ബ്യൂട്ടിഫുൾ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതാരാണെന്നല്ലേ? അടുത്തതായി നമ്മുടെ BMSലെ കൊച്ചു സൂപ്പർ സ്റ്റാർ ഛോട്ടാ പാക്കറ്റ് ബഡാ ധമാക്ക ഏഞ്ചലോ ക്രിസ്ത്യാനോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. സൂപ്പർ സ്റ്റാർ ജയറാമിനോടൊപ്പം അഭിനയിച്ച കുട്ടിയാണ് എന്ന് മാത്രമല്ല ബെസ്റ്റ് ചൈൽഡ് മെയിൽ ആക്ടറിൻ്റെ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഏഞ്ചലോ നമുക്ക് മുമ്പിൽ എത്തുന്നത് തൻ്റെ മ്യൂസിക്കൽ ടാലൻറ്റ് കാണിക്കാനാണ്. ഒരു ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കുമായി നമ്മുടെ മുന്നിലെത്തുന്നു ഏഞ്ചലോ.
കൊച്ചുമിടുക്കൻ തകർത്ത് കളഞ്ഞല്ലോ അല്ലേ? ഇനി തൻ്റെ നൃത്ത ചുവടുകളാൽ നമ്മുടെ മനം കവരാനായി എത്തുന്നു ആൻ ജോസ്. ആൻ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്രേസ്ഫുൾ ഡാൻസറാണ്. അല്ല, അതിപ്പോൾ ഞാൻ എന്തിനാ പറയണല്ലേ, നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. మురళాలించెను తన మహాదయను నను గణించెను. యెహోవా మురళాలించెను తన మహాదయను నను గణించెను. తన మహాదయను నను గణించెను. అనీతి వస్త్రమెడలించెను యేసునాథు రక్తమున ముంచెను. అనీతి వస్త్రమెడలించెను యేసునాథు రక్తమున ముంచెను. వినూత్న యత్నమిదను నీ ఎన్నడు గనన్ వినన్ ప్రేమ నాకు చూపెను. యెహోవా మురళాలించెను తన మహాదయను నను గణించెను. అగణ్య పాపియని ద్రోయక నన్ను గూర్చి తన సుతుని దాచక తెగించి మృతి కొప్పగించి పాపపు నిగుల్ దిగుల్ సొగసుగా నడంచెను. యెహోవా మురళాలించెను తన మహాదయను నను గణించెను. యెహోవా మురళాలించెను తన మహాదయను నను గణించెను. ആൻ സ്റ്റേജ് പൊളിച്ചടുക്കിയല്ലോ. എന്തൊരു ബ്യൂട്ടിഫുൾ ഡാൻസ്. അടുത്തത് നമ്മുടെ BMSലെ കൊച്ചു ശിവമണി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കൊച്ചുമിടുക്കനാണ്. വീവിംഗ് ഹിസ് മാജിക് ഓൺ ദ ഡ്രംസ് ഇസ് ആദിത്യ ശൈലേഷ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദിത്യയുടെ ഈ അടിപൊളി പെർഫോമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു.
ഇനി വിശുദ്ധാത്മാവെ എന്ന പ്രാർത്ഥനയുമായി നമ്മുടെ മുന്നിലെത്തുന്നു ആൻഡ്രോസ്. ആൻഡ്രോസിൻ്റെ ഈ മനോഹരമായ പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം. ആനിൻ്റെ ഈ സ്വരമാധുരിയിൽ മുഴുകിയിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഇനി ഒരു പിയാനോ പെർഫോമൻസുമായി എത്തുന്നു അൻവിത പ്രശാന്ത്.
വാട്ട് എ പെർഫോമൻസ്! അൻവിതയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു വലിയ കൈയടി തന്നെ കൊടുക്കാം. അടുത്തത് ഈ ഈസ്റ്റർ ദിന പ്രത്യേക പരിപാടിയിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്. നമ്മൾക്ക് ഏവർക്കും സുപരിചിതയായ വിജയലക്ഷ്മി പ്രഭാകരൻ നമുക്ക് വേണ്ടി ഒരു ഗാനമാണ്. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേ തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. മെഴുതിരിനാളം തെളിയുമ്പോൾ നീ എന്നാൽ പാവി പ്രകാശമായി. ഇരുളലമൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയായി. കാൽവെതിക്കുന്നിൻ മനസ്സിൽ കാണുന്നു ഞാൻ ക്രൂശിതന്റെ സ്നേഹരൂപം ഓട്ടുപാടും ഞാൻ. ഓ എൻ്റെ സ്നേഹമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എൻ്റെ സങ്കടത്തിൽ പങ്കുചേരും ദൈവം ആശ്വാസം പകർന്നിടും. എൻ്റെ സന്തോഷത്തിൽ വേളയിലും എന്നും ഇന്നും നന്മയേകിടും. പിഴവുകളേറ്റു ചൊന്നാൽ ക്ഷമയരുളും. തിരുഹൃദയം എനിക്കായി തുറന്നു തരും. ഓ എൻ്റെ ദൈവമേ, ജീവന്റെ മാർഗമേ, നിന്നോട് ചേരട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമിന്നെ കാത്തതോർത്തു പോകുകിൽ എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. With that beautiful performance,
we come to the end of this Easter special program. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വൈവിധ്യപൂർണ്ണമായ പരിപാടി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സിനായി ഇനി ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി അത്യധികം പ്രയത്നിച്ച് ഞങ്ങൾക്കൊപ്പം കൂടെ നിന്ന് ഞങ്ങൾക്കൊക്കെ പ്രചോദനം നൽകിയ വനിതാവേദി സെക്രട്ടറിയായ നളിനി പിള്ളയെ ക്ഷണിക്കുന്നു. Wish you all a very happy Easter. It is a great pleasure to thank Borivali Malayali Samajam and his committee members to give this wonderful opportunity to Vanida Vedi. Thanks to Vanida Vedi team for being so dedicated and hardworking. Thanks to Ashimul Pradeep Kumar who have been always been with our Vanida Vedi team. Thanks to Ammu Unni, Joint Secretary of Vanida Vedi. Thanks to Achyutan sir for his wonderful help and support. The one and only Mr. Sanjeev Chauhan. Without him, it wouldn't have reached up to the members. Thanks Sridevi for such a wonderful host.